റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ അതിഥികളായിട്ട് ഇന്ന് വരാൻ പോകുന്നത് മഞ്ഞ പോലൊരു പെൺകുട്ടി എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് വന്ന ഒരു ഒരു കുഞ്ഞ്, ഇപ്പോഴും നമുക്ക് ആ മുഖം കണ്ടാൽ തോന്നും അതുപോലെ ആ കുഞ്ഞു പയ്യനാണെന്ന്. അങ്ങനെ നിഷ്കളങ്കനായ ദ വെരി ടാലന്റഡ് ജയകൃഷ്ണൻ. സോ ലെറ്റ്സ് വെൽക്കം ജയകൃഷ്ണൻ. ആൻഡ് ജയകൃഷ്ണന്റെ കൂടെ നമ്മള് കുടുംബ പ്രേക്ഷകർക്ക് എല്ലാം സുപരിചിതയായ ഒരു ആർട്ടിസ്റ്റാണ്. ഡാൻസും പാട്ടും എല്ലാം ഉള്ള ഒരു കലാകാരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത. ഹലോ ഹലോ എന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കൂ. ഞാനും ജയകൃഷ്ണൻ നല്ല സുഹൃത്താണ്, ഞാനും അമൃതയും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ നമ്മൾ കുറെ നാളിന് ശേഷമാണ് ഇങ്ങനെ നിങ്ങളുടെ മഹാഭാഗ്യമല്ലേ ഇതൊക്കെ. നിങ്ങൾ എന്താ ഇങ്ങനെ ഭാഗ്യം വേണോ? ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരു പ്രായം എത്തണം. ഇപ്പൊ നിങ്ങൾ പിഞ്ചു ഓമനകളാണ്, ഒരു പ്രായം എത്തുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മാനസികമായി ഞങ്ങൾ വളർന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് നമുക്ക് ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ പുതിയ എപ്പിസോഡ് ആരംഭിക്കാം. ഇവരെ നമുക്ക് ഇരുത്തിക്കൊണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ചോദിക്കാം. നമുക്ക് ആദ്യം തന്നെ കിച്ചുവിന്റെ വിശേഷങ്ങളിലേക്ക്, അതായത് കിച്ചു എന്ന് വിളിക്കാല്ലേ ഇടയ്ക്ക് ജയകൃഷ്ണൻ, ഇടയ്ക്ക് കിച്ചു അങ്ങനൊക്കെ ഞാൻ ഇങ്ങനെ വിളിക്കും. അപ്പൊ അതായത് നമുക്ക് മലയാളികൾക്ക് എല്ലാം അറിയാം, താങ്കളൊരു നടനാണ്, എല്ലാവരും പ്രിയങ്കരനായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്നാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇപ്പോ പുതിയൊരു വേഷത്തിൽ അല്ലെങ്കിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പുതിയ വേഷം, പുതിയ ഹെയർ സ്റ്റൈൽ, അങ്ങനെ പലതരം മാറ്റങ്ങളുണ്ട്. വീട്ടിലിരുന്ന് പണിയില്ലാതിരുന്നിരുന്ന് മുടി വളർന്നു പോയത്. അതെ, അപ്പൊ അതുകൊണ്ട് അതൊരു സ്റ്റൈലാക്കി. പക്ഷെ ഇപ്പോഴത്തെ ചെയ്യാൻ പോകുന്ന ജോലിക്ക് ആ സ്റ്റൈല് വളരെ അനുയോജ്യമാണ്. അതും നമ്മുടെ അമൃത ടിവിയിലൂടെ ആവുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിന്റെ വിശേഷങ്ങൾ പറയൂ നമ്മുടെ പ്രേക്ഷകരോട്. അത് ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ റിവീൽ ചെയ്യുന്നത്. അമൃതയ്ക്ക് വേണ്ടി നമ്മളൊരു രസകരമായ ഒരു കോമഡി പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നു. താങ്കളാണ് അതിന്റെ, ഞാനാണ് അതിന്റെ സംവിധായകൻ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇവിടെ വെച്ചിട്ട് റിവീൽ ചെയ്യാണ്, ഞങ്ങൾ എല്ലാവരും അതിനു വേണ്ടി ഒരു ഓൾ ദി ബെസ്റ്റ് പറയും. അമൃത ടിവിയിൽ അമൃത വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അമൃതയുടെ വിശേഷങ്ങൾ പറയൂ. സീരിയലിന്റെ പ്രൊമോക്കുള്ള ഒരു വകുപ്പായില്ല, അമൃത ടിവിയിൽ അമൃത വന്നിരിക്കുകയാണ്, മറക്കാതെ കാണുക. അമൃത പറയൂ, അമൃതയുടെ സീരിയൽ വിശേഷങ്ങൾ പറയൂ. എങ്ങനെയാണ് ഇപ്പോഴത്തെ, എങ്ങനെ പോകുന്നു പ്രൊജക്ട്? നന്നായിട്ട് പോകുന്നു. അല്ല, ശരിക്കും ആരാധകരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരാണ്. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ പുത്രിയായിട്ട് നടക്കുകയാണ്. അതിന്റെ ഇടയിൽ തങ്കക്കുടം. അമൃത എന്നുള്ള പേര് ആരും വിളിക്കില്ല. തീർച്ചയായിട്ടും ഭാഗ്യമാണ്. ലോട്ടറി എടുക്കാറുണ്ടോ? ഉണ്ട്. അതില് ഭാഗ്യം ഇതുവരെ ആ ഭാഗ്യം കിട്ടിയിട്ടില്ല എനിക്ക്. ജയകൃഷ്ണന്? അല്ല, ഞാൻ ലോട്ടറി എടുക്കും, എടുത്തിട്ട് ഇതുവരെ അടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എടുത്തു കൊടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. 2000 രൂപ. അപ്പൊ അതും ഭാഗ്യമുണ്ട്. അപ്പൊ ഭാഗ്യമുണ്ട്. കേട്ടിട്ടില്ല? ശ്രീനിയേട്ടന്റെ ഒരു സിനിമയുണ്ട് പഴയ, ഭാഗ്യവാൻ എന്ന് പറഞ്ഞത്. അലഭ്യലഭ്യശ്രീ. അതായത് എനിക്കതുണ്ടെങ്കിൽ അമൃതയ്ക്ക് അത് ഗുണം ചെയ്യും. അതായത് അമൃതയ്ക്ക് ഗുണം ചെയ്യില്ല, എനിക്കത് ഗുണം ചെയ്യില്ല, അമൃതയ്ക്ക് അത് ഗുണം ചെയ്യും. മനസ്സിലായി? മനസ്സിലായില്ല? അതായത് ശരിക്കും എല്ലാം മനസ്സിലായി. നിർത്തി പറയൂ. അതായത് ശരിക്കും ലോട്ടറി എടുക്കുന്ന ആരാ? ജയകൃഷ്ണൻ. ഞാനാണ് എടുക്കുന്നത്. പക്ഷെ എടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അമൃതയ്ക്ക് വേണ്ടി. അപ്പൊ സോസിയക്ക് എന്താണ് ഇതിന്റെ ഇടയിൽ കാര്യം? എനിക്ക് കാര്യമില്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാൽ പോരെ. അപ്പൊ എന്തായാലും എനിക്കൊരു ലോട്ടറി എടുത്തായിരുന്നു. ഞാൻ എടുത്തതിനോട് ഒന്നും അടിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഇല്ല, അലഭ്യലഭ്യശ്രീ എനിക്ക് വേണ്ടി. ഓക്കെ, എത്രയും പെട്ടെന്ന് ഓണം വരാൻ പോണ്, എടുത്തു തന്നിരിക്കും. ഞാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരും. അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? ഇവിടെ നമ്മൾ തോറ്റാലും ജയിച്ചാലും ഒക്കെ, ജയിച്ച സമ്മാനമുണ്ട്, തോറ്റ പണിഷ്മെന്റും ഉണ്ട്. പക്ഷെ പണിഷ്മെന്റ് കിട്ടുന്നത് ഇപ്പൊ അമൃതയ്ക്കാണെങ്കിലും ജയകൃഷ്ണനാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും പണിഷ്മെന്റ് ചെയ്യണം. ഷെയർ ചെയ്യണം. പണിഷ്മെന്റ് ഷെയർ ചെയ്യണം. ആരും വിളിച്ചില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു മായാ ലോകമാണ്. ഇവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ അനുഗ്രഹിക്കണം, ഭാഗ്യദേവത അനുഗ്രഹിക്കണം. അപ്പൊ തൽക്കാലം ഞാൻ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് ഗെയിമിലേക്ക് കടക്കാം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ ഇതാ നമ്മുടെ ഗെയിമിന്റെ പ്രോപ്പർട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാ നിങ്ങളുടെ ടിഷ്യൂ ബോക്സ് ഞാൻ ഇവിടെ വെക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമുക്ക് അമൃത കളിക്കട്ടെ. ലേഡീസ് ഫസ്റ്റ്. ഇത് സ്ത്രീകളുടെ ഷോ ആണ്, സ്ത്രീകളുടെ ശക്തി തെളിയിക്കാനുള്ള ഷോ ആണ്. അതായത് അമൃത ഞാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ സെന്ററിൽ നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട്
നിങ്ങൾ ടിഷ്യൂ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. Okay. 1 മിനിറ്റ് സമയത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഈ ടേബിൾ മാത്രം ഇവിടെ ഇങ്ങനെ ഉണ്ടാവണം. ബാക്കി അമൃതയ്ക്ക് ടിഷ്യൂ എടുക്കാൻ എന്ത് തന്ത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അതെന്ത് തന്ത്രം? അതെ. അതെനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞില്ല. അവനവന്റെ ബുദ്ധി കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് പല രീതിയിലും ടിഷ്യൂവിനെ പുറത്തേക്ക് എടുക്കാം. അല്ല എനിക്ക് അത് പറഞ്ഞിട്ട് ഇവിടെ ഷോ മുന്നോട്ട് പോയാൽ മതി. 2 കൈ കൊണ്ട് ടിഷ്യൂ എടുക്കാൻ എന്ത് തന്ത്രമാണ് ഉപയോഗിക്കേണ്ടത്? അതായത് രമണ, നമ്മൾ 2 കൈ കൊണ്ട് ടിഷ്യൂ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു കയ്യിൽ കൂടുതൽ ബാലൻസ് ചെയ്യുമ്പോൾ അടുത്ത കയ്യിൽ നിന്ന് ടിഷ്യൂ വരാതിരിക്കും. അപ്പോൾ നമ്മൾ അത് ബാലൻസ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ടിഷ്യൂ വരാതിരിക്കുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ടിഷ്യൂ വരും. എല്ലാം മനസ്സിലായി. നന്നായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. കൂടുതൽ വിശദീകരണങ്ങൾ ഇവിടെ ആവശ്യമില്ല. കുട്ടി ഇവിടെ വരിക, എന്നിട്ട് ഈ ഇവിടെ നിൽക്കുക. ഈ 2 ബോക്സിൽ നിന്നും 2 കൈ കൊണ്ട് ടിഷ്യൂ അങ്ങ് എടുക്കുക. Okay. അപ്പൊ ഫസ്റ്റ് ആവാ. Okay. മ്യൂസിക് മ്യൂസിക്. മോളിലേക്ക് പറത്തി വിടൂ, പറക്കട്ടെ. താഴെ പോവാതെ സൂക്ഷിക്കണം, അതാണ് മെയിൻ ടാസ്ക്. തകൃതിയായി മുന്നേറുകയാണല്ലോ. അതെ, തകർത്തി മുന്നേറാണ്. ഈ കുട്ടിക്ക് തന്നെയായിരുന്നു പണിയെന്ന് തോന്നുന്നു ലോക്ക്ഡൌൺ സമയത്ത്. ആരംഭത്തിൽ അപമാനം, പല രീതിയിലുള്ള വീട്ടിൽ നിന്ന് പഠിച്ചോണ്ട് വന്നിരിക്കുകയാണ്. ഇത് വലിയ ശല്യമായില്ല പണ്ടാളുടെ കാര്യമായിട്ട്. അടിപൊളി അടിപൊളി അടിപൊളി. 1 മിനിറ്റ് സമയം നമ്മളിതാ ഇപ്പൊ തീരാൻ പോവാണ്. 1 മിനിറ്റ് സമയം ഏകദേശം തീരാറാകും. റെഡി 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 റെഡി. സമയം കഴിഞ്ഞു. ടൈം ഓവർ. അതിൽ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു കേട്ടോ. ഇതിലൊറ്റ ടിഷ്യൂ ഉണ്ട്. ആ ഉണ്ട്. ഒറ്റ അല്ല, ഇതാണോ ഒറ്റ? ഇതിലൊറ്റ ടിഷ്യൂ അല്ല, ഇതിൽ 1 2 3 4 5 ടിഷ്യൂ ഉണ്ട്. ഇതിനകത്ത് കുറെ ഉണ്ട്. അതിനകത്ത് കുറെ ഉണ്ട്. അപ്പൊ നമ്മുടെ 5 ടിഷ്യൂ ഇതിലും പിന്നെ ഇതിൽ കുറെ ടിഷ്യൂ ബാലൻസ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഒരുവിധം എല്ലാം ഞാൻ വരാം. ഒരുവിധം നന്നായിട്ട് കളിച്ചു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇതൊക്കെ പറക്കി ഞാൻ അത് ക്ലീൻ ചെയ്ത് ശരിയാക്കി വേറെ ആൾക്കാരുണ്ട്, അതിന് വേറെ അവർക്ക് ഞാനൊരു സഹായമായാലും. വേണ്ട. അപ്പൊ ദാ കിച്ചുവിന്റെ ടിഷ്യൂ ബോക്സ് ഇവിടെ വന്നിരിക്കുകയാണ്. 1 മിനിറ്റ് ആണ് സമയം. ഓർമ്മയുണ്ടല്ലോ, ആ 1 മിനിറ്റിൽ ഇത് മുഴുവനും പുറത്തിടണം. ഓക്കെ, അപ്പൊ ദാ ഇവിടെ നിന്നോളൂ. ഞങ്ങൾ വിട്ടുകൊടുക്കാൻ മനസ്സുള്ള 2 സ്ത്രീകൾ അപ്പുറം ഇപ്പുറം നിന്ന് താങ്കളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ആ ഒരു ഊർജ്ജം ഇങ്ങനെ ശരീരത്തിലൂടെ കേറി ടിഷ്യൂ പേപ്പർ. അത് വല്ലാതെ ഊർജ്ജം ഞാൻ എന്റെ സ്കൂൾ കാലഘട്ടത്തിലെ കഥകളൊന്നും കേട്ടിട്ടില്ല അല്ലേ? അയ്യോ ഇല്ല. ലൈറ്റ് ആയിട്ട്. അപ്പൊ വേഗം നമുക്ക് ടിഷ്യൂ പേപ്പറുമായിട്ടുള്ള അംഗം തുടങ്ങാം. റെഡി റെഡി 1 2 3 മ്യൂസിക്. പഠിച്ചോനെ കാത്തോണേ. പോട്ടെ. യെസ്. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ മുഴുവൻ പുറത്തെടുക്കണം. ബോക്സ് താഴെ ഇടാനല്ല പറഞ്ഞ. വരട്ടെ. You can do it. Yes. അയ്യോ, ബോക്സ് കളയരുത്. ഏകദേശം തീരാണ്. കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവനും കിച്ചു പുറത്താക്കും. യെസ്, ഒരെണ്ണം കഴിഞ്ഞു. റെഡി. ടൈം തീരാറായി. ടൈം തീരാറായി. ടൈം കഴിഞ്ഞു. എന്നെ പറഞ്ഞ് തെറ്റിച്ച് എന്നെ ലാസ്റ്റ് ചതിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. ഓക്കെ, എന്നെ ചതിച്ചു ലാസ്റ്റ്. ഞാൻ എപ്പോ ചതിച്ചു? അല്ല, അവസാനം അത് കൈ പിടിക്കാൻ പാടില്ല. അത് 2 കൈ ഉപയോഗിക്കാൻ പാടില്ല. അത് ആദ്യമേ പറയണോ? ഞാൻ പറഞ്ഞു 2 കൈ എന്റെ മോതിരം അടക്കി ഊരിപ്പോയി, അതാ പ്രശ്നം. അതാണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനാ? പക്ഷെ ഞാൻ ഇതിലൊരു നഗ്ന സത്യം ഞാൻ പറയട്ടെ. നിങ്ങൾ 2 പേരും ഈ ഗെയിമിൽ തോറ്റിരിക്കുന്നു. 1 മിനിറ്റ് സമയം തന്നിട്ടും ഒരാള് ഒരു ടിഷ്യൂ ബോക്സിൽ 5 എണ്ണം വെച്ചു, മറ്റേ ടിഷ്യൂ ബോക്സിൽ കുറെ വെച്ചു. ഞാൻ തീർത്തില്ലേ? ജയകൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു ടിഷ്യൂ ബോക്സ് കാലിയാക്കി. പക്ഷെ ഒരു ടിഷ്യൂ ബോക്സിൽ എന്നോട് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഇത് കുറച്ചേ ഉള്ളൂ, 2 എണ്ണം 5 എണ്ണം ഉണ്ട് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 പേരും തോറ്റിരിക്കുന്ന സത്യം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി ഈ കളിയിൽ, ഈ ടിഷ്യൂ ബോക്സ് കളിയിൽ അലഭ്യ ലഭ്യശ്രീ നമുക്ക് ഇവിടെ ഫലിച്ചില്ല. ജയകൃഷ്ണന്റെ അലഭ്യ ലഭ്യശ്രീ ഇവിടെ അലസിപ്പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവർക്കുള്ള പണിഷ്മെന്റ് കൊടുക്കാനുള്ള ആ ഒരു അസുലഭ നിമിഷത്തിലേക്കാണ് ഞാൻ എത്തി നിൽക്കുന്നത്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരും ഒരു ന്യൂസ് റീഡേഴ്സ് ആയിട്ട് ഇപ്പൊ മാറണം. ക്യാരക്ടറിനെ ആവാഹിക്കും. എന്നിട്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് തിരിച്ചു വന്നാൽ മതി. വേഗം വരണം. ഓക്കെ, ആവാഹിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പറയേണ്ടത് ഫേക്ക് ന്യൂസ് ആണ്.
Okay. നിങ്ങളുടെ വായി തോന്നുന്ന എല്ലാ ഫേക്ക് ന്യൂസും നിങ്ങൾക്ക് പറയാം. എന്തും പറയാം. പക്ഷെ ന്യൂസ് റീഡിങ്ങിന് ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം കള്ളക്കഥ പറയാൻ. കള്ളം പറഞ്ഞ എനിക്ക് കള്ളം പറഞ്ഞ് ശീലമില്ലാത്തൊരു ചക്കര. അപ്പൊ വായ എടുത്താൽ കള്ളം പറയുന്ന ആൾക്കാരാണോ ഇവരെന്ന് നമുക്ക് അതും കൂടി അറിയാനുള്ള അസുലഭ നിമിഷമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തോറ്റു പോകും. കാണാം. ശരി, റെഡി. റെഡി 1 2 3. നമസ്കാരം, ഫേക്ക് ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ, 18 വയസ്സ്. ഞാൻ അമൃത നായർ, 12 വയസ്സ്. 50 വയസ്സ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകളിൽ ഒന്ന്, സ്വാസിക വിജയ് രാജമൗലിയുടെ സിനിമയിൽ ഇപ്പോൾ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു വരികയാണ്. ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് അത് എത്രയും പെട്ടെന്ന് നാഷണൽ അവാർഡ് നേടും എന്നുള്ള രീതിയിലാണ് അതിന്റെ ന്യൂസുകൾ വരുന്നത്. എന്നാൽ മറ്റൊരു വാർത്ത, ലോക സുന്ദരി പട്ടത്തിന് തയ്യാറായി തിരുവനന്തപുരം സ്വദേശി അമൃത നായർ. പല കോൺട്രവേഴ്സികൾ ഉണ്ടെങ്കിലും അമൃതയെ വെല്ലുവിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ജയകൃഷ്ണൻ, സൂപ്പർ സ്റ്റാർ ജയകൃഷ്ണൻ വളർന്ന് പന്തലിച്ച് വേറൊരു ലെവലിലേക്ക് മാറുകയാണെന്നും ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത, ലോകമെമ്പാടും വ്യാപകമായ കൊറോണ വൈറസ് നമ്മളെ എങ്ങും വിട്ടുപോയിരിക്കുകയാണ്. വാക്സിൻ എടുത്തതിന് ശേഷം അമൃതയ്ക്ക് സുന്ദരിപ്പട്ടം നഷ്ടപ്പെട്ടതായി ഇപ്പോൾ പ്രധാന വാർത്ത കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട താരം സ്വാസിക വിജയ് നമ്മളോടൊപ്പം ലൈനിൽ ചേരുകയാണ്. സ്വാസിക, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്ത് കേൾക്കുന്നുണ്ട്? എല്ലാം കേൾക്കുന്നുണ്ട്. താങ്കൾക്ക് നാഷണൽ അവാർഡ് കിട്ടും എന്നുള്ള ഒരു വ്യാജ വാർത്ത ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടിരുന്നു. അത് വ്യാജ വാർത്തയാണോ ശരിയായ വാർത്തയാണോ? അത് വളരെ സത്യസന്ധമായ വാർത്തയാണ്, എനിക്ക് കിട്ടിയിരിക്കും. രാജമൗലിയുമായി താങ്കൾക്കുള്ള ആ ഒരു സൗഹൃദം എങ്ങനെയാണ് നോക്കി? രാജമൗലി ഞാനും ഒരു പാത്രത്തിൽ ചോറുണ്ട് വളർന്നവരല്ല, ഞങ്ങൾ ഒരു പാത്രത്തിൽ ചോറ് ഉണ്ടോണ്ടിരിക്കുന്നവരാണ്. രാജമൗലിക്ക് എന്തിനും ഏതിനും ഞാൻ വേണം. അദ്ദേഹത്തിന് അങ്ങനെ തന്നെ വേണം ജീവിതത്തിൽ. ഇന്നത്തെ ഫേക്ക് ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും കള്ളങ്ങളുമായി ഞാനും അമൃതയും ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ജയകൃഷ്ണൻ 18 വയസ്സ്, അമൃത 12 വയസ്സ്. അല്ല 50. അടിപൊളി രണ്ടുപേരും. അതെ, നിങ്ങൾക്കുള്ള സമ്മാനം കോലുമിഠായി. ജീവിതത്തിൽ ആദ്യമായിട്ട് കോലുമിഠായി കളിച്ച ഓർമ്മകൾ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഈ കോലുമിഠായി സ്വീകരിക്കണം. നിങ്ങൾ രണ്ടുപേരും 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജയകൃഷ്ണൻ മിഠായി ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അമൃത കോലുമിഠായി. ഓക്കെ, ഇനി നമുക്ക്, ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൽ എനിക്ക് മുന്നേ അറിയാം ജയകൃഷ്ണൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. ഈ മിമിക്രി ചെയ്യൂലോ ഇല്ലേ? അതിന് കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ടോ? കലാതിലകമായിട്ടുണ്ടോ? കലാപ്രതിഭ. കലാപ്രതിഭ അപ്പൊ എത്ര ഐറ്റംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ്? 8 ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഞാൻ ഉണ്ടായിരുന്നത് ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, ഫോക്ക്, പിന്നെ സത്യം ഓട്ടംതുള്ളൽ ചെയ്തിട്ടുണ്ട്. അത് വൻ കോമഡിയാ. അത് പറയാ, കോമഡി. അയ്യോ, അത് ഈ ഓട്ടംതുള്ളൽ ഞാൻ അതിഭീകരമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അതിഭീകരമായിട്ടെന്ന് വെച്ചാൽ ഒട്ടും പഠിച്ചിട്ടില്ല. അപ്പൊ ഇത് ഈ നമ്മുടെ ഇതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കലാപ്രതിഭ ഇതിന്റെ ഒരു സാധനത്തിന് അപ്പൊ ഓട്ടംതുള്ളൽ ഒരെണ്ണം ഒരു ഐറ്റം എടുക്കാം. അപ്പൊ നമ്മുടെ ഒരു ആശാനുണ്ട്, അപ്പൊ പുള്ളിയെ വെച്ച് പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഈ സാധനം ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കണ്ടേ? യുദ്ധം പറഞ്ഞത് ഈ കുത്തനാം പാണ്ഡവൻ നക്തഞ്ചരാരാദിദാസന്റെ പുച്ചാകൻ. ഈ സാധനം ഇങ്ങനെ അങ്ങ് പോവില്ലേ? ഈ പോക്ക് എന്ന് പറയുന്ന സാധനം, ഇത് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നടക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഏറ്റ് ചൊല്ലാനിരിക്കുന്ന അവരടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാത്ത ലൈൻ വരുമ്പോ ഞാൻ 2 തവണ റിപ്പീറ്റ് ആക്കി. ഇവര് നോക്കുമ്പോൾ ഞാൻ ഫുൾ റിപ്പീറ്റ്. എനിക്ക് ബാക്കി ഒന്നും പറഞ്ഞോളാം. അങ്ങനെ മൊത്തം കുളമായിട്ട് ഫസ്റ്റ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും അവര് അന്തസ്സോടുകൂടി ഫസ്റ്റ് ബി ഗ്രേഡ് തന്നു. ഒറ്റൊരാൾ മത്സരിച്ചിട്ട് പോലും ഫസ്റ്റ് ബി ഗ്രേഡ് കൊടുത്തു. ഇനി മേലെ ഈ ഭാഗത്തോട്ട് ഓട്ടത്തിലുള്ള പറഞ്ഞ ഈ ഭാഗത്തോട്ട് വരും. പിന്നെ അങ്ങനെ മോണാക്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഉറുദു റെസിറ്റേഷൻ, കന്നഡ റെസിറ്റേഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആൾക്കാരുണ്ടാവില്ല, കുറവായിരിക്കും. ഉറുദു റെസിറ്റേഷൻ ഒക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ച് 4 വരി വേണമെങ്കിൽ ഒന്ന് പറ. रुख से पर्दा हटा दे जरा सा किया, बस अभी रंग महफिल बदल जाएगा, बाकी അറിഞ്ഞൂടല്ലോ. ഞാൻ വിചാരിച്ചു ഉറുദുവിലെ ബാക്കി എവിടെ, നമ്മുടെ മലയാളം പോലെയാണല്ലോ ഉറുദു. കാരണം ഭാവത്തിനൊരു മാറ്റമില്ലേ? നല്ല കട്ട ഭാവത്തിന് ബാക്കി അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചു ഇത് ഉറുദു മലയാളം ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് ഞാനൊക്കെ വിചാരിച്ചു. പക്ഷെ പൊളിച്ചു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു മിമിക്രി കൂടി കാണണ്ടേ? തീർച്ചയായിട്ടും. ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള, അതായത് കിച്ചുവിന് ഇഷ്ടമുള്ള ഒരാളുടെ ഒരു വോയിസ്
ലാലേട്ടനെ ചെയ്യാം. ലാലേട്ടൻ. അതൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വയ്ക്കാം. ഓക്കെ. ശരി ലാലേട്ട, നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പറയൂ സ്വാസിക, എന്തുണ്ട്, സുഖമായിരിക്കുന്ന? സുഖമായിട്ടിരിക്കുന്നു. ലാലേട്ട, ആറാട്ട് സിനിമ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യാൻ. എന്താണ് ആ സിനിമയിലെ ലാലേട്ടന്റെ കഥാപാത്രം? നമ്മൾ സിനിമ എന്ന് പറയുന്നത് നമ്മൾ സംഭവിക്കുന്ന കാര്യമല്ലേ അല്ലേ? അത് ചില കാര്യങ്ങൾ നമ്മളത് അങ്ങനെയല്ല. ഉണ്ണിയുടെ സിനിമ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു നല്ല രസകരമായ ഒരു സിനിമ അല്ലേ, അങ്ങനെ പറയാനുള്ളത്. അങ്ങനെ ലാലേട്ടന്റെ ഈ സൗന്ദര്യം, ഈ എനർജിയുടെ ഒക്കെ രഹസ്യം മോളെ, ഇത് നമ്മൾ ഇതെന്താണ് അങ്ങനെ സൗന്ദര്യമൊന്നുമില്ല, അത് മനസ്സിന്റെ ആണ് അല്ലേ, അങ്ങനെയല്ലേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. അതില്ലല്ലോ. നിങ്ങളുടെ മനസ്സ് നല്ലതല്ലേ, എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് ശരിയല്ല. കറക്റ്റ്. നമ്മൾ എപ്പോ ലാലേട്ടനോട് ഇങ്ങനെ ചോദിച്ചാൽ ഇത് തന്നെയാണ് പറയാ. ഇതെങ്ങനെ ഇത്ര കറക്റ്റ് അദ്ദേഹത്തിന്റെ റിയൽ സംസാരം? അദ്ദേഹത്തിന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന മൂത്ത്. അയ്യോ, അടിപൊളിയായിരുന്നു. സൂപ്പർ. അപ്പോ നമ്മുടെ ഈ കുട്ടി മിണ്ടുന്നില്ല. എന്താണ് പറയണം? എന്താ മിണ്ടാത്തെ? പറയൂ. ലാലേട്ടൻ ചോദിച്ചില്ല ലാലേട്ടാ. ശരി, മോശമായി പോയി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ? ആരും ചെയ്യാൻ പാടില്ല. അത് എന്നോട് അപ്പൊ നമുക്കിനി അടുത്ത ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. ഈ ബാസ്കറ്റിൽ കണ്ടോ, ഇതിൽ നമ്മളൊരു ഏകദേശം ഒരു 20 ബോൾസ് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും 20 ബോൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതില് ഈ കാണുന്ന ഗ്ലാസ്സുകളിലേക്ക് ഇവിടെ നിന്നിട്ട് ബോൾ ഇങ്ങനെ എറിയണം. ഇങ്ങനെ ബൗൺസ് ചെയ്ത് ഇതുപോലെ വീഴാതിരിക്കുമ്പോ ബൗൺസ് ചെയ്ത് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് വീഴണം. ഒരു ഗ്ലാസ്സിൽ 3 ബോൾസ് വീഴ്ത്തണം. 1 2 3 അങ്ങനെ ഒരു ഗ്ലാസ്സിൽ 3 ബോൾസ് ഇങ്ങനെ ബൗൺസ് ചെയ്ത് വീഴണം. അതാണ് അതിന്റെ ഒരു സംഭവം. എന്റെ മൂക്കുതിയാണ്. നിങ്ങൾ വേറെ വിചാരിച്ചു എന്റെ മൂക്കുതിയാണ്, അത് ഞാൻ ഇട്ടോളാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഗെയിമിന്റെ ഒരു രഹസ്യം. അപ്പൊ ആദ്യം ആര് കളിക്കും? നിങ്ങളൊരു തീരുമാനം എടുക്കും. അമ്മ കളിക്കോ? ഇത് ഇത്തവണ ഞാൻ കളിച്ചോളാം. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ജയകൃഷ്ണന് വേണ്ടി നമ്മൾ 20 ബോൾസ് ഇവിടെ റെഡിയാക്കി വെച്ചു. ഇവിടെ നിന്നോളൂ. ഇതിന്റെ ഉന്നം കൃത്യമായിട്ട് കൊണ്ട് ഏതെങ്കിലും ഗ്ലാസ്സിൽ മ്യൂസിക് കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇത് വല്ല ആവോ? ഇപ്പൊ ശരിയായി തരാം. ഒരു ബോൾ കൃത്യമായിട്ട് വീണിരിക്കും. സത്യത്തില് 3 ബോൾ പാവം പ്ലേസ് ചെയ്തിരുന്നു. പക്ഷെ 3 ഗ്ലാസ്സിലായി പോയെന്ന് മാത്രം. ഒരു ഗ്ലാസ്സിൽ 2 വീണിരിക്കുകയാണ്. ഇനി അതേ ഗ്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് ഒരു ഗ്ലാസ് തന്നെ 3 ബോളുകൾ ഇട്ടിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ട്. വെരി ഗുഡ്. ഇനി നമുക്ക് അമ്മൂന്റെ സമയമാണ്. ആവേശകരമായ ഗെയിമിലേക്ക് അമൃത കടക്കാൻ പോവാണ്. റെഡി? 1 2 3 മ്യൂസിക്. പറ്റും. കമോൺട്രാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇനി വളരെ കുറച്ച് ബോളുകളേ ഉള്ളൂ. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ഇതെല്ലാം പുറത്തിടുന്ന ഗെയിമല്ല. വെള്ളം നോക്ക്, വെള്ളം ചിലപ്പോ നമ്മളെ സഹായിക്കും. ഇനി 3 ഉള്ളൂ. വീണു. ഇല്ല, എവിടെ? വീണു. ഓട്ടടാ, സാരമില്ല. നല്ല ട്രൈ ആയിരുന്നു. പക്ഷെ ഏകദേശം എല്ലാം അടുത്തടുത്ത് തന്നെ കൊണ്ടു. ഒരെണ്ണം കറക്റ്റ് ആയിട്ട് ഗെയിമിന് തെറ്റിദ്ധരിച്ചു. എന്താ ഒരു കൂട്ടം പന്തുകളെ ഇവിടെ ശരിയാ, എല്ലാം ഗ്ലാസ്സിൽ പോയിട്ട് ഗ്ലാസ്സിൽ ചുറ്റും ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മഞ്ഞ നീലയൊക്കെ ആയിട്ട്. നല്ല ട്രൈ ആയിരുന്നു. അടിപൊളി.